സുരാജേട്ടന്റെ എല്ലാവരുടെയും വാട്സപ്പിൽ ഒരു സ്റ്റിക്കർ എങ്കിലും ഉണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ സുരാജേട്ടന്റെ സ്റ്റിക്കർ? എന്റെ മറ്റേ ഇങ്ങനെ കാണിച്ചിട്ട് പോണ ഒരു സാധനമല്ല, സ്ഥിരമായിരിക്കും. ആമിർ ബ്രോക്കൊക്കെ സ്ഥിരമായിരിക്കും. അയ്യോ, ഇത് സ്റ്റിക്കറിന്റെ ഉസ്താദാണ്. പുതിയത് എപ്പോ വരുന്നു അതെല്ലാം ഉണ്ടാവും കയ്യില്. സുരാജേട്ടനാണ് നമ്മള്, അതായത് ഒരു ഉത്തരം നമുക്ക് പറയണം, അതിന്റെ ഇമോഷൻസ് വേർഡുകളൊന്നും ഇല്ലെങ്കിൽ ഒരു സുരാജേട്ടൻ ഒരു സ്റ്റിക്കർ എടുക്കുക, അയച്ചു കൊടുക്കുക. എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അവിടെ കൃത്യമാണ്. അല്ല, ഇടയിൽ ആ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉള്ള ഒരുപാട്. ഏതായിരുന്നു? ഇല്ല, നോക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്, മറ്റേ ചാനൽ ചർച്ചയുടെ സാധനം. എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അറബിക് കഥയിലെ മറ്റേ ബണ്ണ്. എടാ എന്താ അവസ്ഥ, എവിടെയുള്ള, അപ്പൊ ഞാനിത് അയച്ചു കൊടുക്കും. സുരാജേട്ടൻ അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുണ്ടോ? കുറെ സ്റ്റിക്കർ എന്റെ സുഹൃത്തുക്കളൊക്കെ അയക്കും, അപ്പൊ അതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ. എനിക്കും കാണുമ്പോ ചിരി വരുന്നത് മറ്റേ റിയാക്ഷൻ തന്നെയാണ്. ഇത് നീ പുറത്തു പോയി പറയരുതേ, ഒരിക്കലും ഇല്ല. പാവം പോലെ, പാവം. ശരിയാ, ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഉണ്ട്. ഇതില് ഡാൻസ് സീൻ ഉണ്ടല്ലോ ട്രെയിലറിൽ കാണുന്നത്, അത് സത്യത്തിൽ എത്ര ടേക്ക് എടുത്തിട്ടുണ്ട്? അതൊക്കെ ഒറ്റ അങ്ങനെ അധികം ടേക്ക് പോയിട്ടില്ല. അതൊക്കെ നമ്മളെ ശരിക്കും നമ്മളങ്ങനെ സുരാജേട്ടൻ്റെ ആ കൈൻഡ് ഓഫ് ഡാൻസ്, സുരാജേട്ടൻ നമ്മൾ ഡാൻസ് വരണം, എടാ ഞാനത് ഡാൻസ് നമ്മൾ പരിപാടി ചെയ്തിട്ടുണ്ട്. ഒരേപോലെ ചെയ്യാൻ ഒരിക്കലും ആക്ടർ ആഗ്രഹിക്കില്ല. ഇതുപോലെ തന്നെ മാത്രമല്ല, അഡിഗോസ് അമിഗോസിന്റെ ഒരു ബാർ സിറ്റുവേഷനിലെ ഒരു ഡാൻസ് പരിപാടി ആസ്വദിച്ച് കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടേതും അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ബാർ സിറ്റുവേഷൻ തന്നെയാണ്. സുരാജേട്ടൻ ഇത് അതുപോലത്തതല്ല ഇത് പരിപാടി. എന്നാ പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒന്ന് രണ്ട് റെഫറൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാനും കരുതി സുരാജേട്ടൻ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കുന്ന സത്യം പറഞ്ഞ് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഈവൻ നമ്മുടെ വിഷ്ണുദേവ കൊറിയോഗ്രാഫി, സഞ്ജയ് ലീല ബെൻസാലിയൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത ആളാണ്, വലിയ കൊറിയോഗ്രാഫറാണ്. മൂപ്പരെ പോലും ശരിക്കും അത്ഭുതപ്പെടുത്തി. സുരേട്ടൻ അത് ചെയ്തു, രസമായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തു. കാരണം ആ ക്യാരക്ടർ അങ്ങോട്ട് കയറിയ പിന്നെ അതല്ല, അതിനപ്പുറം ചെയ്തല്ലേ പറ്റൂ. പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ, ചെയ്തല്ലേ പറ്റൂ. ലിസ്റ്റിൻ ചേട്ടനെ നമ്മള് സിനിമയില് ഷൂട്ടിംഗ് സമയത്ത് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ആസ് എ പ്രൊഡ്യൂസർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എങ്ങനെയായിരുന്നു ആ ഒരു ചേഞ്ച്? കൂടെ അഭിനയിച്ചതല്ലേ, അതാ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടത് അര ദിവസം കൊണ്ട് തീർക്കേണ്ടി വരും. സ്ട്രിക്റ്റ് അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. സുരേട്ടൻ അങ്ങനെ പ്രൊഡ്യൂസറായിട്ട് ഒരു സെക്കൻഡ് പോലും സിനിമയിൽ പെരുമാറിയിട്ടില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറയുകയും ചെയ്തു, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു അത് വേണോ, ഇപ്പൊ പ്രൊഡക്ഷൻ പറയണ്ട, സെറ്റ് ചെയ്യാം. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ. മാത്രമല്ല, ഈ ക്ലൈമാക്സ് ഏരിയയിലൊക്കെ തന്നെ നമുക്ക് കുറച്ചധികം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊന്നും ഒരു തരത്തിലും നീ ആ പ്രൊഡക്ഷൻ സൈഡ് ഫുൾ ഇതാ ഞാൻ ഒപ്പിട്ട് തന്നിരിക്കുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. സിനിമക്ക് എന്താണോ വേണ്ടത് അതിന്റെ കൂടെ നിൽക്കുന്നൊരു കൂടെ. ഇപ്പൊ ലിസ്റ്റിനാണെങ്കിലും ഫസ്റ്റ് ചെയ്യുന്നതാണ് സുരാജേട്ടനാണെങ്കിലും. സുരാജേട്ടൻ കൺവിൻസ് ആകുമ്പോഴാണ് നമുക്ക് ലിസ്റ്റിന്റെ അടുത്ത് പിന്നെ ഇവിടെ സെറ്റിലുള്ള ഒരാളും ഒക്കെ പറയണമല്ലോ. അപ്പൊ ആദ്യത്തെ പടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അടുത്ത പടത്തിൽ ഈ കഴിഞ്ഞ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഇവിടുന്ന് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും എന്തെങ്കിലും തഗ്ഗോ ട്രോളൊക്കെ ചെയ്യുന്ന ആള് സൈലന്റ് ആയിട്ട് ഇരിക്കുക. ലിസ്റ്റ് ചേട്ടൻ അതിനൊരു സ്പേസ് കൊടുത്തിട്ടില്ല. എനിക്കൊന്ന് ലിസ്റ്റ് ചേട്ടൻ ഇല്ലാതെ സിംഗിൾ ആയിട്ട് എടുക്കുന്ന ഇന്റർവ്യൂ ഇതായിരിക്കില്ലേ ആദ്യം? ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് വന്നാലും ആ സൈഡിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ കാര്യം. ഈ ലിസ്റ്റ് ചേട്ടൻ ഭയങ്കര ലക്കി ചാമ, അത് ചേട്ടനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ബ്രേക്ക് എന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് കോ പ്രൊഡ്യൂസറായിട്ട് അദ്ദേഹത്തിന് തന്നെ ചൂസ് ചെയ്തത്. ഇല്ല, ആ ബ്രേക്ക് എന്ന ചിത്രം ഞാൻ കൊണ്ട് കൊടുത്തതാ. അദ്ദേഹത്തിന് ബ്രേക്ക് കിട്ടിയ ചിത്രം ഒരെണ്ണം മാത്രം എൻ്റെ അല്ല, അത് ശരിക്കും രാജു എന്നെ കൊടുത്തതാണ്. പിന്നെ മറ്റേ സിനിമ ജനഗണമന ശരിക്കും എൻ്റെ അടുത്താണ് പറയുന്നതും ഞാനാണ് രാജു അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതും. പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ ഞെട്ടിപ്പോയി നോക്കിയപ്പോൾ ലിസ്റ്റിനും രാജുവായിട്ട് കോ പ്രൊഡക്ഷൻ വെച്ചിട്ട് അവരങ്ങ് ചെയ്തു. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ ഇത് ഒരാൾ പ്രീ പ്ലാൻ ചെയ്യുന്നതൊന്നുമല്ല. ഇപ്പം ഞാൻ എനിക്ക് ഇദ്ദേഹം വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മുടെ സന്തോഷേട്ടൻ കഥ കേട്ടു. സന്തോഷേട്ടൻ ലിസ്റ്റിനെ കൂടെ വിളിക്കാം. സിനിമ അങ്ങനെയല്ല, നമുക്ക് എത്രയും നന്നായിട്ട് അതിനെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ. എനിക്ക് ഒരുമിച്ച് ഒന്നും വീട്ടിൽ കൊണ്ടുപോകണ്ട, ഇത് ഷെയർ എല്ലാവർക്കും കിട്ടട്ടെ.